തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വിവിധങ്ങളായ വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സുഭാഷിതത്തിൽ വലിയ റീച്ചുണ്ട്, ഓരോ വീഡിയോയ്ക്കും വലിയ റീച്ചാണുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഈ തൊഴിലുറപ്പിൽ ജോലി കിട്ടാൻ എന്തൊക്കെയാണ് മാർഗം, ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഒന്ന് പോസിറ്റീവായി പറയുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1999 മുതൽ രാജ്യത്ത് നടന്ന ഒരുപാട് ചർച്ചകളുടെയും അരുണ റോയിയെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ കൊണ്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. അവരുടെയൊക്കെ ഒരു ഇടപെടൽ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ നയമുണ്ടല്ലോ. 2005 പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം വെച്ചിട്ടാണ് വന്നത്. ഇതിൽ ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ തൊഴിൽ ഒരു അവകാശമാണ്. അവിടെയാണ് ഈ പ്രശ്നം. തൊഴിൽ കൊടുക്കലല്ല, സർക്കാർ ജോലി പോലും കൊടുക്കലായിട്ടാണ്. സർക്കാർ ജോലി തന്നില്ലെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സർക്കാർ കുറച്ച് പേരെ പോസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഒരു വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. PSC ആരെയും വിളിക്കുന്നില്ല, നമുക്ക് അടിയുണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ തൊഴിൽ അവകാശമാക്കിക്കൊണ്ട് രാജ്യത്ത് വന്ന വിപ്ലവകരമായൊരു മാറ്റമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ 18 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന പുരുഷനോ സ്ത്രീയോ ആണെങ്കിൽ എനിക്ക് എത്ര ആരോഗ്യമുള്ള എത്ര വയസ്സ് വരെയും 100 ദിവസം എനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ എനിക്ക് ജോലി തരണം. അതാണ് അതിൻ്റെ ഗ്യാരണ്ടി. അങ്ങനെ തൊഴിലിനെ അവകാശമാക്കി നിശ്ചയിച്ചിട്ടുള്ളൊരു ജോലിയാണ് തൊഴിലുറപ്പ്. അല്ലാതെ ഒരു കാരണവശാലും ഇത് ദാനമല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തോ കേരളത്തിലെ സർക്കാരുകളുടെയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ദാനമേ അല്ല. അതുകൊണ്ടാണ് പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച്, പാസ്സാക്കിയ ആക്ട് അനുസരിച്ച് ഈ നിയമം വന്നത്. എങ്ങനെയാണ് ഇതിനകത്തേക്ക് നമുക്ക് ജോലി കിട്ടുക? തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ അതുപോലത്തുള്ള ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല സംവിധാനങ്ങളാണ്. ഓഫീസിൽ ചെന്നിട്ട് നമ്മളൊരു അപേക്ഷ ഫോറം വാങ്ങി ഒരു ജോബ് കാർഡ്, അപേക്ഷയല്ല ഒരു ജോബ് കാർഡ് എടുക്കണം. അവിടെ പോയി അപേക്ഷ കൊടുത്താൽ നമുക്ക് ജോബ് കാർഡ് എടുക്കാൻ പറ്റും. ജോബ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് ആധാറും റേഷൻ കാർഡും ഫോട്ടോ എല്ലാം കൊണ്ടുപോയി ജോബ് കാർഡ് എടുക്കുന്നു. ജോബ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. ഗ്രാമസഭകൾ വഴി ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ടൊരു അപേക്ഷ കൊടുക്കാം. എനിക്ക് കൂടി 100 ദിവസം ജോലി തരണം എന്നൊരാൾ എഴുതി കൊടുത്താൽ, വർഷത്തിൽ 100 ദിവസം ജോലി തരണം എന്ന് എഴുതി കൊടുത്താൽ 15 ദിവസത്തിനകം ജോലി കൊടുക്കണം. ഒരു 16ാമത്തെ ദിവസം ആവാൻ പാടില്ല. എന്തൊരു മനോഹരമായ നിയമമെന്നറിയാം. 15 ദിവസത്തിനകത്ത് ജോലി കൊടുക്കണം. ജോലി കൊടുത്തു കഴിഞ്ഞാൽ 10-20 പേർക്ക് ഒരു മാറ്റ്. അപ്പോൾ സാധാരണ തൊഴിലാളികൾ പിന്നെ മാറ്റ് ഉണ്ട്. മാറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നോക്കി നടത്തുന്ന സൂപ്പർവൈസർ, പിന്നെ അതിൻ്റെ മുകളിൽ സൂപ്പർവൈസർ, പിന്നെ എഞ്ചിനീയർ, പിന്നെ ഓവർസിയർ, എഞ്ചിനീയർ, ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സംവിധാനം, പിന്നെ ജില്ലയുടെ സംവിധാനം, സംസ്ഥാന സംവിധാനം, സംസ്ഥാന മിഷൻ ഓഫീസുണ്ട്, തിരുവനന്തപുരത്താണ്. ഇങ്ങനെ പിന്നെ അതിനൊരു IAS കാരനായിരിക്കും, എപ്പോഴും ഒരു IAS കാരായിരിക്കും അതിൻ്റെ ചുമതല വരുന്നത്. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ജോബ് കാർഡായി കഴിഞ്ഞു. എനിക്ക് ജോബ് കാർഡായി, ഒരു തൊഴിലാളിക്ക് ജോബ് കാർഡായി. ഇനി ജോലി എങ്ങനെ കിട്ടും? ഇതിൽ ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. 100 ദിവസമാണ് ജോലി കിട്ടുന്നത്. ST വിഭാഗമാണെങ്കിൽ, ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ ഒരു 100 ദിവസം കൂടി ജോലി അവരുടെ ഡിപ്പാർട്ട്മെന്റ് പൈസ വെച്ച് തരും. ഇത് കേന്ദ്ര ഗവൺമെന്റ് പൈസ അല്ല, സ്റ്റേറ്റിന്റെ പൈസ വെച്ച് തരും. അത് കിട്ടും. അപ്പം നമ്മൾ ജോലിക്ക് തുടങ്ങി. 7 ദിവസത്തേക്കാണ് മസ്റ്റ്രോൾ വരുന്നത്. മസ്റ്റ്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഈ ഹാജർ രജിസ്റ്റർ പോലുള്ള സാധനമാണ്. മസ്റ്റ്രോൾ എഴുതി കഴിഞ്ഞാൽ അതിൽ രാവിലെ ഒപ്പിടുക. പണ്ടാണെങ്കിൽ ഫോട്ടോ ഒന്നും എടുക്കണ്ടായിരുന്നു, ഇപ്പോൾ ഫോട്ടോ എടുക്കണം, ടാഗ് ചെയ്യണം. കാരണം പണ്ട് ഈ കുറച്ച് അഴിമതിയൊക്കെ വന്ന് നാട്ടിലെല്ലായിടത്തും, കേരളത്തിലല്ല ഇന്ത്യയിൽ പലയിടത്തും അഴിമതിയൊക്കെ കണ്ടുപിടിച്ചപ്പോൾ പലരും ഇവിടെ വന്ന് ഒപ്പിട്ടിട്ട് വേറെ ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരം വന്ന് ഒപ്പിടും. അങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ സർക്കാരുകൾ സ്ട്രിക്റ്റായി. എന്താ സ്ട്രിക്റ്റ് ആയത്? ഫോട്ടോ എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് ഒപ്പിടണം, കുറച്ച് ഇൻസ്പെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ 7 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം ഈ മസ്റ്റ്രോളെല്ലാം കൂടി കറക്റ്റാക്കി മാറ്റ് ഇത് അടുത്ത ആളിന് കൊടുക്കണം, അടുത്ത ലെയറിലേക്ക് കൊടുക്കണം. അവിടെ 2 ദിവസം അവർക്ക് വച്ചേക്കാം ഇത് പ്രോസസ്സ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ അടുത്ത എല്ലാം കൂടി ഒരു 14 ദിവസത്തിനകത്ത്, അതായത് ജോലി ഉൾപ്പെടെ പിന്നെ 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ 7-8 ദിവസം വരും, ചിലപ്പോൾ 7-8 ദിവസം, അങ്ങനെ 15 ദിവസത്തിനപ്പുറം. 14 പറയുന്നത്, അതിന് 15 ദിവസമൊക്കെ അവധിയൊക്കെ വന്നാൽ 15 ദിവസത്തിനകം പിന്നെ ഇടയിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ്റെ ലെവലിലാണോ ഇരുന്നത്, കാരണം ആദ്യത്തെ ഉദ്യോഗസ്ഥന് മാറ്റിന് വച്ചേക്കാനൊരു സമയമുണ്ട്, അവർ പ്രോസസ്സ് ചെയ്യാൻ സമയമുണ്ട്, അടുത്ത ഓരോ ലെവലുണ്ട്. ഏത് ലെവലിലാണ് ഇത് ബ്ലോക്ക് ആയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ആയെന്നല്ലേ അർത്ഥം. അവർക്ക് ലയബിലിറ്റി വരും. പിന്നെ അതുകൊണ്ട് ഉദ്യോഗസ്ഥരെന്ത് ചെയ്യും? കൃത്യമായി ഇത് കയറ്റിവിട്ടില്ലെങ്കിൽ അവർക്ക് ലയബിലിറ്റി വരും. കയറ്റിവിട്ടാൽ 14 ദിവസത്തിനകത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ പലിശ തരണമെന്നാണ്. ഇത് എത്ര പേർക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലർക്കും കിട്ടുന്നില്ല. ഇനി കേന്ദ്ര ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് പൈസ ഗഡുക്കൾ കൊടുക്കുന്നതിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് താമസം വരും. ഇനി ഒരു പ്രശ്നമുള്ളത്, ഇത് ഡിമാൻഡ് ബേസ്ഡ് ആണ്. മറ്റ് സ്കീമുകൾ അങ്ങനെയല്ല. സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ
10 കോടി രൂപ, 100 കോടി രൂപ, 1000 കോടി രൂപ എന്ന് നിശ്ചയിച്ചിട്ട് താഴേക്ക് കൊടുക്കും. ഒരു പഞ്ചായത്തിന് 1 കോടി രൂപ, 2 കോടി രൂപയ്ക്ക് പദ്ധതി ഉണ്ടാക്കാൻ പറയും. ഇതങ്ങനല്ല, ഡിമാൻഡാണ്. ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച്, ആവശ്യം ചോദിക്കുന്ന അനുസരിച്ച് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു വർഷത്തിൽ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ആക്ഷൻ പ്ലാൻ വന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻ പ്ലാൻ വരും. കാര്യം ആളുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ആക്ഷൻ പ്ലാൻ വന്നു പോകും. അപ്പൊ ആ ആക്ഷൻ പ്ലാൻ എല്ലാം കൂടെ കയറ്റി കേന്ദ്രത്തിൽ അയക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് അയക്കുമ്പോൾ അവരെന്ത് ചെയ്യില്ല, പലപ്പോഴും അതിന് പൈസ തരില്ല, പിന്നെ തരാന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ആക്ഷൻ പ്ലാൻ കൊടുത്തല്ലോ എന്ന് വെച്ച് ഇവിടെ ജോലി ചെയ്യിക്കും. ജോലി ചെയ്യിച്ചിട്ട് പിന്നെ ആക്ഷൻ പ്ലാനൊക്കെ അപ്രൂവ് ചെയ്ത് അടുത്ത വർഷത്തേക്കൊക്കെ അപ്രൂവ് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് പൈസ കിട്ടുന്ന വലിയ ഡിലേ വരുന്നുണ്ട്. ഒന്ന്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിലേയും വരുന്നുണ്ട്, പിന്നെ ഈ സംവിധാനത്തിന്റെ ഡിലേയും വരുന്നുണ്ട്. ഇനിയാണ് അടുത്ത 1-2 കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൽ 40% തുക മെറ്റീരിയൽ കോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആസ്തികൾ നിർമ്മിക്കാനുള്ള കോസ്റ്റ് ആണ്. പിന്നെ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, സെമി സ്കിൽഡ് ഉണ്ട്, സാധാരണ തൊഴിലാളികളുണ്ട്. സാധാരണ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 50 ലക്ഷത്തോളം ആളുകളുണ്ട് കേരളത്തിൽ, 45 ലക്ഷത്തിന് പുറത്ത് ആളുകളുണ്ട് സാധാരണ തൊഴിലാളികൾ. അത് കഴിഞ്ഞാൽ സെമി സ്കിൽഡ്, കുറച്ച് പിന്നെ സ്കില്ലുള്ള കഴിവുള്ള, അതായത് ടെക്നിക്കലി കഴിവ് അറിയാവുന്ന, പിന്നെ ഫുൾ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, മേശരിമാർ, അങ്ങനെയുള്ള ആളുകൾ, ഇലക്ട്രീഷ്യന്മാരെയൊക്കെ പോലെ അതാണ് സ്കിൽഡ് ലേബേഴ്സ്, സ്കിൽഡ് ലേബർമാരുണ്ട്. ഈ വിഭാഗമുണ്ട്. അതിൽ 40% വരുന്ന സെമി അൺസ്കിൽഡ് ലേബർ, അതായത് സാധാരണ ലേബർമാർ, പിന്നെ അത് അൺസ്കിൽഡ് സാധാരണ ലേബർമാരാണ്. 40% വരുന്ന സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ലേബർമാർക്കുള്ള വർക്കും കൂടി വരും. അത് പലതും നിർമ്മാണ തൊഴുത്ത് നിർമ്മാണം, കോഴിക്കൂട് നിർമ്മാണം, ആട്ടിൻകൂട്, പശുത്തൊഴിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കിണർ റീചാർജ്. ഇതിന് അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലരുടെ കയ്യിലും ഇത് പൈസ ഇല്ലാതെ വരും. അപ്പോൾ പിന്നെ കോൺട്രാക്ട് എഞ്ചിനീയർമാരും തൊഴിലുറപ്പുകാരും പഞ്ചായത്ത് മെമ്പർമാരും കൂടെ ആരെങ്കിലും കൊടുത്ത് പിടിച്ച് ഏൽപ്പിക്കും. അവിടെ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മീഷനായി പ്രശ്നമായി. അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ NGOസിന് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. NGOസിന് ചെയ്ത് കൊടുത്താൻ പ്രൊവിഷൻ ഉണ്ട്. അത് ഞാനിത് പറയുമ്പോൾ NGOസിന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയരുത്. കേരള സർക്കാർ, കേരള മിഷൻ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ അന്വേഷിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കി കൊടുത്താൽ മതി. അങ്ങനെ വെൻഡർ സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം, പാർട്ട് ബില്ല് എടുക്കുന്നില്ല. അത് എഞ്ചിനീയർമാർ പോയി, ഓവർസിയർമാർ ഫീൽഡിൽ പോയി പാർട്ട് ബില്ല് എടുക്കില്ല. ഒരു പദ്ധതി പൂർണ്ണമായി തീർത്തിട്ടേ ബില്ല് എടുക്കത്തുള്ളൂ. അത് അവർക്ക് ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ തൊഴിലുറപ്പിന്റെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൾ ഒരു മെസ്സേജ് അയച്ചു തന്നു. സാർ, എനിക്ക് 5 പശുവുണ്ട്, 2 പശു മഴയത്ത് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? കാരണം സംസ്ഥാന അടിസ്ഥാനത്തിൽ 3 പശു, അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പശുവിനുള്ള തൊഴുത്തിനുള്ള ഒരു എസ്റ്റിമേറ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവർക്ക് 5 പശുവുണ്ട്. യഥാർത്ഥത്തിൽ 3 പശുവിന്റെ പൈസ കൊടുത്താൽ മതിയായിരിക്കാം. പക്ഷേ 2 പശു എസ്റ്റിമേറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുത്താലേ അവരുടെ പൈസയെങ്കിലും കൂടെ ഇട്ട് പശു തൊഴുത്ത് 5 ചെയ്യാൻ പറ്റും. ഇത് 3 പശു അകത്ത് നിൽക്കുന്നു, 2 പശു മഴയത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് 2 പശുക്കളെ മഴ നനയ്ക്കുകയാണ്. എങ്ങനെയാണ് ഒരു കർഷകൻ ഇത് ചെയ്തു കൊണ്ടുപോവുക? ഒരു 5 പശുക്കൾക്കുള്ള നിങ്ങൾ 3 പശുക്കൾക്കുള്ള കൂട് കൊടുത്താൽ ആ പശുക്കൾ പ്രസവിച്ചാൽ 3, 4, 5 കുട്ടികൾ പിന്നെ വരും. അതിനും കൂടെ നിൽക്കണ്ടേ? അപ്പോൾ എസ്റ്റിമേറ്റുകൾ ടെംപ്ലേറ്റുകളായി മാറ്റാതിരിക്കുക, ആക്ച്വൽ എസ്റ്റിമേറ്റുകൾ എടുത്തു കൊടുക്കുക, പാർട്ട് ബില്ലുകൾ മൊബിലൈസ് ചെയ്യുക, ആളുകൾക്ക് സമയത്ത് പൈസ വാങ്ങിച്ചു കൊടുക്കുക, മേറ്റുകാർ ടൈമിൽ ചെന്ന് ചെയ്യിക്കുക, തൊഴിലാളികൾ ടൈമിൽ നിൽക്കുക, റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് ചെയ്യാതിരിക്കുക. ഇത്ര മനോഹരമായ ഒരു പദ്ധതി ഭൂമി മലയാളത്തിലില്ല. അത്രയും മനോഹരമായി ചെയ്താൽ നമ്മുടെ ഗ്രാമങ്ങൾ, എല്ലാ വീടുകളിലും അന്നമുണ്ടാകും, എല്ലാവരുടെ വീടുകളിലും അടുപ്പിൽ തീ എരിയും.